ശ്രീ ടി.പി. ജയചന്ദ്രൻ മാസ്റ്റർ, കോൺഗ്രസ് പ്രതിനിധി ശ്രീ അനൂപ് ഉന്നയിച്ച രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മൻമോഹൻ സിംഗ് എന്ന പ്രധാനമന്ത്രിയെ ജനം ഓർക്കാൻ തുടങ്ങിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ പദവി ഏറ്റെടുത്തതിന് ശേഷമാണ്. ആ താരതമ്യത്തിൽ നിന്നാണ് മൻമോഹൻ സിംഗിനെ വിലയിരുത്താൻ തുടങ്ങിയത് എന്നുള്ളത്. അതിലുപരി അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പരിപൂർണ വിജയമായിരുന്നു മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയത്. അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ചുള്ള പദവിയാണ് നൽകിയത്, അതായിരുന്നു മാനദണ്ഡം. എന്നാൽ BJP എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി പദം നിശ്ചയിച്ചത് നരേന്ദ്രമോദിക്ക് എന്നുള്ള രീതിയിൽ ഈ രണ്ട് വിമർശനങ്ങളോടും താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, ശ്രീ അനൂപിന്റെ അവകാശവാദങ്ങൾ ഒരു യാഥാർത്ഥ്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. കാരണം അദ്ദേഹം തന്നെ പറയുന്നു മൻമോഹൻ സിംഗിന്റെ ഗുണം ഞങ്ങൾ മനസ്സിലാക്കിയത് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് പോലും അദ്ദേഹത്തെ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമല്ലേ. മാത്രമല്ല, ഈ മൻമോഹൻ സിംഗിന്റെ യഥാർത്ഥ അദ്ദേഹത്തിന്റെ എന്താ പറയാ ഒരു യൗവന കാലഘട്ടത്തിലോ രാഷ്ട്രീയപരമായ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളെ ഗുണപരമായിട്ട് രാജ്യത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ രാജ്യം ഇന്നത്തെ അവസ്ഥ ആയിരുന്നില്ല എത്തിച്ചേരുക എന്നുള്ള പരമാർത്ഥമല്ലേ. 1970-കളിലെയും 80-കളിലെയും നെഹ്റൂവിയൻ സാമ്പത്തിക ശാസ്ത്രം അങ്ങ് ഈ രാജ്യത്തെ പഞ്ചവത്സര പദ്ധതികളിലൂടെ ഒരു തരത്തിലുള്ള സോവിയറ്റ് യൂണിയനെ പകർത്ത് നേരിട്ട് കോപ്പിയടിക്കാനുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി ഈ രാജ്യം സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും തൊഴിൽപരമായിട്ടും എല്ലാ അർത്ഥത്തിലും തകർന്നുപോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ 1970-കളും 80-കളിലും ഇദ്ദേഹത്തെ പോലുള്ള കോൺഗ്രസിനകത്തുണ്ടായിരുന്ന കഴിവുറ്റവരെ കണ്ടെത്തി ഭരണാധികാരത്തിൽ എത്തിച്ചിരുന്നെങ്കിൽ രാജ്യം ഒരുപക്ഷെ മോദിയുടെ ഭരണത്തിൽ ഇന്ന് നേടിയതിനേക്കാൾ 10 മടങ്ങ് ഭരണത്തിന് പരമായ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അവിടെയും ഹ്രസ്വമായ കുടുംബ താല്പര്യങ്ങളെ സംരക്ഷിക്കാനായിരുന്നു കോൺഗ്രസിന് താല്പര്യം എന്നുള്ളതല്ലേ. ഒരു കുടുംബത്തിൽ പിറന്നവർക്ക് അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയാത്തൊരു ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത്. ഇന്ത്യ എന്നാൽ ഇന്ദിരയെന്നും ഇന്ദിര എന്നാൽ ഇന്ത്യ എന്നും പറയുകയും ആ തരത്തിൽ ഏകാധിപത്യ പ്രവണതയുള്ള കുടുംബാധിപത്യത്തിലേക്ക് രാജ്യത്തെ തകർക്കുകയും ചെയ്തവർക്ക് ജനാധിപത്യത്തെക്കുറിച്ചും പൗരാവകാശത്തെക്കുറിച്ചും പറയുന്നതിന് എന്ത് യോഗ്യതയാണുള്ളത്? നോക്കൂ, അലഹബാദ് ഹൈക്കോടതി വിധി മൂലം അയോഗ്യതയാക്കപ്പെട്ടപ്പോൾ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും പ്രതിപക്ഷ നേതാക്കന്മാരെ വിചാരണ കൂടാതെ മുഴുവൻ തടങ്കലിൽ ഇടുകയും പത്രസ്ഥാപനങ്ങൾക്ക് വൈദ്യുതി വിച്ഛേദിക്കുകയും സത്യമറിയാനുള്ള ജനങ്ങളുടെ അവകാശത്തെ തകർക്കുകയും ട്രേഡ് യൂണിയനുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലായ്മ ചെയ്യുകയും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഹാനികരമായ ഒട്ടനവധി പ്രവണതകൾ തുടക്കം കുറിക്കുകയും ചെയ്തില്ലേ? നോക്കൂ, നമ്മളിവിടെ കാണേണ്ടത് എത്ര ഹീനമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് രാജ്യം പുറകോട്ട് പോയത്. തുർക്കുമാൻ ഗേറ്റിലെ നിരപരാധികളായ ജനതയുടെ വംശീയതയുടെ അടിസ്ഥാനത്തിൽ അവരെ വന്ധ്യംകരിക്കുകയും പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്ന പദ്ധതികൾക്ക് അപ്പുറത്തേക്ക് പ്രധാനമന്ത്രിയുടെ കുടുംബത്തിൽ പിറന്ന ഒരധികാരവുമില്ലാത്ത ഒരു യുവാവ് തന്റെ പദ്ധതികൾ രാജ്യത്ത് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുകയും എന്തുമാത്രം നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയാണ് അവിടെ കൊടുത്തത്. മൻമോഹൻ സിംഗിനെ ഒരു വാക്കുകൊണ്ട് നാക്കുകൊണ്ട് പ്രകീർത്തിക്കുന്നവർ തന്നെ മറന്നുപോവുകയല്ലേ. അദ്ദേഹം പ്രധാനമന്ത്രിയാകുമ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന് പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തെ പത്രക്കാരുടെ മുമ്പിൽ വെച്ച് പരസ്യമായി വലിച്ചു കീറി മുഖത്തെറിയാനുള്ള രാഷ്ട്രീയം ഒരുപക്ഷെ അദ്ദേഹത്തെ തിരിച്ചറിയാനും അദ്ദേഹത്തെ ഉൾക്കൊള്ളാനും കൊണ്ട് കഴിഞ്ഞു എന്ന് ഇന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? ഇന്നൊരു വസ്തുതയിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ ഗോപകുമാർ സാർ പറഞ്ഞ മാതിരി രാജ്യത്തിന്റെ മുരടിപ്പിലേക്ക് നയിച്ച നെഹ്റൂവിയൻ കാഴ്ചപ്പാടും രാജ്യത്തിന് വിദേശ നാണയ ശേഖരം ശോഷിച്ചു വരുന്നതും ഈ രാജ്യത്തിലെ ഭൗതിക വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി മനുഷ്യശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിന് മുന്നേറാൻ കഴിയാതെ പോയതിന്റെയും കാരണങ്ങളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് അതിൽ ക്രിയാത്മകവും സത്യസന്ധവുമായ ഒരു മറുമരുന്നായിരുന്നു മൻമോഹൻ സിംഗ് കൊണ്ടുവന്നത്. മൻമോഹൻ സിംഗിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനങ്ങൾ എത്ര ശ്ലാഘിച്ചാലും നമുക്ക് മതിയാവുകയില്ല. പക്ഷെ ദുർബലനായ അദ്ദേഹത്തെ വീണ്ടും ദുർബലനാക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഗോപകുമാർ സാറ് പുറത്തുവിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മുന്നിൽ സൂപ്പർ ക്യാബിനറ്റ്, ഒരു കുടുംബത്തിന്റെ ചരടുകളുടെ നിയന്ത്രണത്തിന് വിധേയമായി തന്റെ ദൈക്ഷണികതയെ, തന്റെ സാമ്പത്തിക കഴിവിനെ, തന്റെ രാജ്യസ്നേഹത്തെ, തന്റെ പ്രക്രിയകളെ ഒന്നും പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കാതെ പോയത് അദ്ദേഹത്തോട് കാണിച്ച ഏറ്റവും നീചമായ അവഹേളനമല്ലേ അത്?
ആ മനുഷ്യന്റെ യഥാർത്ഥ കഴിവുകളെ പുറത്തെടുക്കുന്നതിലും അംഗീകരിക്കുന്നതിലും ഏതോ ഒരു കുടുംബത്തിന് താല്പര്യമില്ലാത്തതിന്റെ പോയതിന്റെ ബലിയാടല്ലേ അദ്ദേഹം. സ്വാഭാവികമായിട്ടും ഇപ്പോഴും അദ്ദേഹത്തിന് പിന്നീട് വേട്ടയാടുകയല്ലേ ഉണ്ടാകുന്നു. അദ്ദേഹത്തോട് പിന്നീട് ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിന് വീണ്ടും അദ്ദേഹത്തിന്റെ കഴിവുകൾ ഉപയോഗപ്പെടുന്നതിൽ കോൺഗ്രസ് താല്പര്യം കാണിച്ചോ? കോൺഗ്രസ് അവിടെ മാത്രമാണോ നമ്മൾ കാണുന്നത്? കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് G20 എന്ന് പറയുന്ന കോൺഗ്രസിന് എക്കാലവും വളർച്ചയ്ക്ക് ചുക്കാൻ പിടിച്ച, രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലും രാജ്യത്തിന്റെ വികസന പ്രവർത്തനത്തിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം നേതൃത്വം കൊടുത്ത നിരവധി ആളുകൾ ഒരു കുടുംബത്തിന്റെ പുറകിലേക്ക് ഒരു പ്രസ്ഥാനത്തെ കെട്ടിക്കൊതുക്കാൻ വേണ്ടി ശ്രമിച്ചതിന്റെ ഫലമായിട്ട് അവർക്ക് പോലും പിന്തിരിഞ്ഞു പോകേണ്ടി വന്നില്ലേ? അത്തരം ആളുകളുടെ വിമർശനങ്ങൾക്കുള്ള ഈ പ്രത്യയശാസ്ത്രം തയ്യാറാകുന്നത്. ഞാനിത് കേവല രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ലോക ബാങ്കിന്റെ നെറുകയിൽ നിന്നുകൊണ്ട് ലോകത്തെ മുഴുവൻ നോക്കിക്കണ്ടിരുന്ന, രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് വിഘാതമായ കോൺഗ്രസ് നയങ്ങളെ തിരിച്ചറിഞ്ഞ് അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടായിട്ടും തന്റെ ലോകം മുഴുവൻ കോൺഗ്രസ്സുകാരും ഉൾപ്പെടെയുള്ള ആളുകൾ എതിരാകുമോ അല്ലെങ്കിൽ നെഹ്റുവിനെ തള്ളിപ്പറയുമ്പോഴുള്ള പ്രത്യാഘാതം എന്താണെന്ന് മനസ്സിലാക്കാനും, അത് വന്നാലും ശരി രാജ്യമാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്, രാജ്യത്തിന്റെ ഭാവി തലമുറയാണ്, അതിനുതകുന്ന നയങ്ങൾ നടപ്പിലാക്കാൻ അദ്ദേഹം കാണിച്ച ധീരതയെ നമുക്ക് എത്ര പ്രകടിച്ചാലും മതിയാവുകയില്ല. ഗോപകുമാർ സാർ തന്നെ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന്റെ ആണവ കാഴ്ചപ്പാട്, അതിനോട് അദ്ദേഹം എടുത്ത നയം, അതിനെ എതിർക്കാൻ വേണ്ടി ഇടതുപക്ഷം കാണിച്ചപ്പോൾ പോലും അദ്ദേഹം കാണിച്ച ധീരത, ഇതൊന്നും കോൺഗ്രസ് പിന്നീട് ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ് എന്നല്ലേ നമുക്ക് ചിന്തിക്കേണ്ടത്.